ഞാൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടെ ഫോക്കസ്, അപ്പുറത്തിപ്പുറത്തൊന്നും നോക്കാതെ ഇങ്ങനെ പോകും. പക്ഷെ റോഡിലൂടെ ഓട്ടം കഴിഞ്ഞ് എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിനകത്തോട്ട് കയറിയാൽ ആ കോൺസെൻട്രേഷൻ സൂചി കൊണ്ട് കുത്തിയ ബലൂണ് പോലെ അങ്ങ് പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് റിലാക്സ് ആവും. അതുകൊണ്ട് തന്നെ വണ്ടിയിലുള്ള 100% സ്ക്രാച്ചസും ഈ വീട്ടിലെത്തിക്കഴിഞ്ഞ് റിവേഴ്സ് എടുത്ത് പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ളതായിരിക്കും. ചിലവന്മാര് പറയും എനിക്ക് ഓടിക്കാൻ അറിയില്ല, പാർക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ സമ്മതിക്കൂല, എന്തായാലും ഞാൻ സമ്മതിക്കൂല. ചിലപ്പോൾ സത്യമാണെങ്കിലും സമ്മതിക്കൂല. അങ്ങനെ ഒരു ദിവസം കനത്ത മഴ, ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ട് ജിങ്കിജിക്കായിട്ട് ഓടിച്ച് അപ്പാർട്ട്മെന്റിനകത്തോട്ട് കയറി. പാർക്കിംഗ് സ്പേസിലേക്ക് കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയതിന് ശേഷം ആണ് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാറ്. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എത്തി നോക്കും എന്റെ പാർക്കിംഗ് സ്പേസിൽ വല്ല ഒട്ടകമോ ദിനോസറോ കുത്തിരിക്കുന്നുണ്ടോ. അങ്ങനെ നോക്കുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. എന്റെ കാറിന്റെ റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നോക്കി, ലൈറ്റും ഇല്ല, അന്ന് കരണ്ടും ഇല്ല, ഇരുട്ടുമാണ്. ഞാനിങ്ങനെ ജിങ്കചക്കയായി മുന്നോട്ട് പോയി റിവേഴ്സ് ഇങ്ങനെ. അപ്പം എന്റെ വണ്ടി വെക്കുന്നതിന്റെ തൊട്ടപ്പുറത്തും വേറെ വണ്ടിയൊന്നും ഇല്ല എന്നുള്ള ധാരണയിൽ കുറച്ച് വളച്ചെടുക്കുന്ന സമയത്ത് പോകുന്ന മുട്ടെന്ന് വെച്ചു. അയ്യോ, എനിക്ക് മനസ്സിലായി എന്തിലോ തട്ടിയെന്ന്. ഞാൻ ഉടനെ സഡൻ ബ്രേക്ക് ഇട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്റെ വണ്ടി വെക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ വണ്ടി അവിടെയുണ്ട്. ആ വണ്ടിയാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നതായിരുന്നു. അതാണെങ്കിൽ കൂരിട്ട കളറും കരിക്കറുപ്പ്, പുതിയ ഹൈ റൈഡർ, വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഞാൻ പിന്നെ ടോർച്ച് അടിച്ചൊക്കെ നോക്കി, അതിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ട്. ഞാൻ വല്ല കലയും ഉണ്ടാക്കിയോ ടെൻഷനിൽ ഞാൻ നോക്കി. അപ്പോഴത്തേക്കും ഒരു ചെറിയ കല, കറുത്ത കാറിൽ ഒരു വെളുത്ത പൊട്ട്. ആകെ ടെൻഷനായി. അവിടെയാണെങ്കിൽ CCTV ക്യാമറ ഒന്നുമില്ല. ഞാൻ മിണ്ടാണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മൂപ്പര് അറിയാനൊന്നും പോകുന്നില്ല ഇത് ഞാനാ ചെയ്തതെന്ന്. പക്ഷെ ഒരു മനസാക്ഷി കുത്ത്. ഞാൻ നേരെ ആ കാറിന്റെ മുതലാളിയുടെ വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിച്ച് അങ്ങേരെ കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ കല മുന്നേ ഉണ്ട് എന്ന് അങ്ങേര് പറയുമെന്നായിരുന്നു. അങ്ങേര് ഓടി വന്ന് നോക്കി. കണ്ട ഉടനെ അങ്ങേര് പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ആ കാറിൽ എവിടെ കല വീണേലും അങ്ങേർക്ക് അറിയാമത്രേ. പക്ഷെ അങ്ങേര് എന്നോട് താങ്ക്സ് പറഞ്ഞു. ഞാനിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മൂപ്പർ പിന്നെ ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആയനെയാണ്. അങ്ങനെ വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആവാത്ത ആ പുതുപുത്തൻ കാറിൽ ഞാനായിട്ട് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ വണ്ടിപ്പണി ചെയ്യുന്ന സമയത്ത് ഇത് മായ്ക്കാൻ പരിപാടി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കാശ് തന്നോളാം. പക്ഷെ അങ്ങേര് പറഞ്ഞു അതിലെന്തോ കോട്ടിംഗ് ഒക്കെ ചെയ്തു, അതുകൊണ്ട് അത് നടപ്പില്ലായിരുന്നു. പിന്നെ ദിവസവും പോയിട്ട് ഞാൻ ആ കാറിന്റെ ചുറ്റിലൊന്ന് നടക്കും, വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കും വേറെ വല്ല സ്ക്രാച്ചും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. വേറെ ഒരു സ്ക്രാച്ചും കൂടി വന്നാലേ നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ട്. പക്ഷെ സംഭവം നടന്നിട്ട് 1-2 മാസമായി, ഇതുവരെയായിട്ടും പുതിയൊരു സ്ക്രാച്ച് ഇല്ല. സൈക്കോളജിയിൽ ഇതിനെന്തോ ഒരു പേരുണ്ട്, അവർ സ്ക്രാച്ച്, അനദർ സ്ക്രാച്ച് ഓഫ് ഹെർണിയ, അങ്ങനെ എന്തോ പേര്.